കൃത്യമായ പ്ലാനോട് കൂടി അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് സെറ്റ് ചെയ്യും. കൃത്യം 10 മണിക്ക് പുറപ്പെടാമെന്ന് പ്ലാനിട്ട് ഞങ്ങൾ 12 മണിക്ക് പുറപ്പെട്ടു. വയനാട് ചുരത്തിലെ കാഴ്ച അടിപൊളി. 12 മണിയാണെങ്കിൽ കോടയുണ്ട്, സെറ്റ്. 4-ാം മണിലെത്തിയാൽ ഇവിടെ ഒരു സ്റ്റോപ്പ്, അത് നിർബന്ധമാണ്. എല്ലാവരും ഒരേ വൈബ് ഐറ്റംസ് ആയതുകൊണ്ട് ഞങ്ങളുടെ ട്രിപ്പ് എന്നും പൊളിയായിരിക്കും. എങ്ങോട്ടാണ് പോകുന്നത്? ഊട്ടിലേക്കാ? പൊളി തന്നെ, ഒരേ പൊളി. ഓക്കെ. എന്താ ഇതിന്റെയൊക്കെ പേര്? ശശിഗ്രാഫ്, മെർലിനോട്ടി, ശില്പ ഷെട്ടി, സുനിൽ ഷെട്ടി, മാർട്ടിന നവരത്തിലോവ. എന്റെ പേര് കരിവേലിൽ പിള്ളിൽ ശാന്തൻ മകൻ പ്രശാന്തൻ. നല്ല പേര്. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഊട്ടി അഥവാ ഉദകമണ്ഡലം. ഈ ഡയലോഗ് പറഞ്ഞ് ഞങ്ങൾക്ക് ആ ഫീല് കിട്ടിയില്ലെന്ന് തോന്നുന്നു. നമ്മളെപ്പം പോയാലും നമ്മളെ ഗതി തന്നെ, ട്രാഫിക്കും ബ്ലോക്കും. ഊട്ടിയത്തരെ തണുപ്പം തുടങ്ങി നല്ല ഡ്രിസ്ലിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളൊന്നും നോക്കിയിട്ടില്ല, ഫുഡും വാങ്ങി ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ടു. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടീവ് ലുക്കില്ലേ? ഉച്ചക്ക് ചോറിനെന്തടാ? ചാളക്കറി. നോ നോ വേ, ഇറ്റ്സ് ഇംപോസിബിൾ. ഡു വാട്ട് ഐ സേ മാൻ. ഈ ഉഴുന്നോടെയൊക്കെ ആരളി ആദ്യം കണ്ടുപിടിച്ച? ഇതൊക്കെ അങ്ങ് പ്രാചീന കാലം തൊട്ടേ വന്നതല്ലേ. ആദ്യം ഉഴുന്നോടെ നല്ലായിരുന്നു പേര്, തൊളവട. തരില്ല ഞാൻ, ഇത് ആർക്കും തരില്ല. നിങ്ങൾ ആ ഉയർന്ന ഗോപുരം കാണുന്നുണ്ടോ? അപ്പോൾ ഊട്ടിയിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ പിടിക്കുകയാണ്. എല്ലാവരും സെറ്റായി. ഈ ഒരു സാധനം എടുക്കുന്ന കുറേ ആഗ്രഹിച്ചതാ.
നമ്മൾ ജയിക്കണമെങ്കിൽ ഇനിയും വളരെ വേഗതയിൽ പോണം. ഗിയർ ചേഞ്ച് ചെയ്തോളൂ. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ട്രെയിൻ കണ്ടിട്ടുണ്ടോ? നടുക്കടല പോയാലും നാട്ടിലെ ഫുഡ് ഉണ്ടോ? എന്നാ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ. പോകാറായില്ലേ? ഞാൻ പോകുന്നു. ബൈ ബൈ. അങ്ങനെ ശ്യാമിനെ ഊട്ടിയിൽ നിന്ന് നാട്ടിലേക്ക് ബസ് കയറ്റി വിട്ടു. പിന്നെ അർജൻറ്റ് പോകേണ്ടിയില്ലോണ്ട് ഞാൻ അങ്ങ് പോയി. പിന്നെ ഞങ്ങളെ ഡെസ്റ്റിനേഷൻ വെച്ച് പിടിച്ചു. 2 ബലാനും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കളിച്ച് നല്ല അടിപൊളി യാത്ര. കുറേ പോയി പിന്നെ അവരെ കാണാണ്ടായി. മുന്നിലത്തെ വണ്ടി പിന്നെ അവർ കുറച്ച് ചിക്കനൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കി. ഞങ്ങളെന്നാൽ ബാക്കിലുണ്ടാകുന്ന രീതിയിൽ ഞങ്ങൾ അടിച്ചങ്ങ് വിട്ടു. നമ്മൾ ഓരോ കഥകളെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഇടുക്കിലോ എത്തി. ഓരോ സ്പോട്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഒരു കിടലം കാഴ്ച കാണാം. കാണിച്ചു തരാം. അന്നേരം കോൾ ചെയ്തു മറ്റേ വണ്ടിയിൽ. ഞങ്ങൾ കാട് വരിക, ഇതിന് റേഞ്ച് ഉണ്ടാവില്ല. നിങ്ങൾ എവിടെയാന്ന് വെച്ചാൽ ഗൈസ്, ഞങ്ങൾ ഒരു 2 മണിക്കൂർ മുന്നോട്ടേക്ക് യാത്ര ചെയ്ത് പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു കാടും മേടും ഇല്ല. മേട്ടുപ്പാളയമെത്തി ഗൈസ്. ഇനി തിരിച്ചുള്ള യാത്ര. ഞങ്ങളെ ലൊക്കേഷൻ മാറിയിട്ടില്ലല്ലോ. ഞങ്ങൾ പോകുന്നത് ഊട്ടിക്കടുത്തുള്ള കോത്തഗിരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്. അവിടുന്ന് 30 കിലോമീറ്റർ ഉള്ളിലേക്ക് ഒരു റേഞ്ചോ നെറ്റ്വർക്കോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക്. അവിടെ ഒരു കിടിലം പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ട് ബാക്കി പറയാം. ரோட்ல இருந்த முதல்ல ஒரு கார் வந்து ஆர்ன் அடிச்சிட்டாங்க. அப்படியா? அது சத்தம் போட்டோன்னா அந்த கார் விட்டு நிறைய வந்துட்டாங்க. அது சரியா? அப்புறம் நான் இருந்தேன், அது போச்சு. காலில் கீழே போனீங்க இல்லையா? நாங்க வழி மாறி போயிடுச்சு. எங்க போறதுக்கு? நாங்க இந்த ரிசோர்ட்டை மேப்பை போட்டுட்டு கொஞ்சம் தப்பாயிடுச்சு. நாங்க மேட்டுப்பாளையம் வரைக்கும் போயிடுச்சு. கடவுளே, அங்கே இந்த ரோட்ல தான் காலில் எப்படி போனீங்க? இல்ல இந்த ரூட்ல இல்ல. நான் பார்த்தேன் இந்த வண்டியை காலையில. நான் இந்த இதுல பார்த்தேன். ப்ளூ கலர் கார் தானே, பலினோ தானே? ப்ளூ கலர் நம்ம 2 வண்டி இருக்கு. ஓ, பலினோ 11. இதே வண்டி ஒரு வண்டி ஏற்கனவே போயிடுச்சு, அங்க எத்திடுச்சு. ஓகே. நான் காலைல ஒரு வண்டி பார்த்தேன். அது சரியா? நம்ம கம்பெனி திருவம்பாடி அங்க இருக்குது. அப்படியா? திருவம்பாடி கோழிக்கோடு திருவம்பாடி. அது சரி, நாங்களும் கேள்விக்கல தான். அதுதான் பார்த்தேன், 11 பார்த்தோம்னா. அது நம்ம வண்டி தான். ஓகே, கவனமா போங்க. சரிண்ணா. சரியா? ஓகே. அப்ப guys, adventure is on guys. Stuck guys. എടാ നേരെ എടുത്ത് ഇവിടെ ഞാൻ നേരെ വേണം. നേരെ വൈബ് കിട്ടോ? ഇതാണ് വൈബ്. ഇത് കൊക്കോടോ? കൊക്കോട് റിസോർട്ട്. സ്ട്രൈറ്റാ പോയി റൈറ്റ്. ഓക്കെ, റൈറ്റ്. ഓക്കെ. നன்றி. ഇവിടെ വരെ ഞങ്ങളുണ്ടെങ്കിൽ ആനുണ്ടോ?
ഈശ്വര ഒരാപത്തും വരുത്തല്ലേ. टाइगर का हुक्म. നെറ്റ്വർക്കും ഇല്ല, ഗൂഗിൾ മാപ്പും ഇല്ല, വഴിയും അറിയില്ല. ലാസ്റ്റ് ബോർഡ് കണ്ടു, കൊക്കോഡ് റിസോർട്ട് ദിസ് വേ. അപ്പോൾ ആ റിസോർട്ടിലേക്കുള്ള വഴിയാണ്, ഫുൾ കാട്. ഇതെന്ന് പറയുമ്പോൾ ഒരു 80 ഏക്കർ കോഫി പ്ലാന്റേഷൻ്റെ നടുവിലാണ് ഈ റിസോർട്ട് വരുന്നത്. ഇവിടെ വന്യജീവികൾ എന്ന് പറയുമ്പോൾ ആന, കാട്ടുപോത്ത്, പിന്നെ കുറേ നല്ല പക്ഷികൾ, മുയൽ, ഇതൊക്കെ ഉണ്ടാവും. ശരിയായ, അതായത് ഫുൾ ആ ഒരു പ്രഷറിനും ആ ഒരു തിരക്ക് പിടിച്ച ലൈഫിൽ നിന്നൊക്കെ ഒരു ഒളിച്ചോട്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് തന്നെ വരാം. എന്ന് വെച്ചാൽ ഫോൺ നെറ്റ്വർക്കും ഇല്ല, ഒന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. നൂറ് വർഷം പഴക്കമുള്ള ബ്രിട്ടീഷ് ബംഗ്ലാവ്, ഒരു 80 ഏക്കർ കോഫി പ്ലാന്റേഷൻ ഈ കാട്ടിൻ്റെ നടുവിൽ. വേറൊരു പ്രോപ്പർട്ടി അവിടെ ഇല്ല, ഇത് മാത്രം. പ്രോപ്പർട്ടി ചെറിയൊരു ഹൊറർ മോഡലുണ്ട്, കറണ്ടൊക്കെ പോകുന്നത് വരുന്നത്. പിന്നെ ആകെ കൂടി ഒരു ഹൊറർ ഉണ്ട്, ചെറിയൊരു ഹൊറർ ടച്ച് ഉണ്ട്. തല കുറിച്ചിട്ട് ഇനി നമ്മളെടുത്ത് പോകുന്ന ഇവിടെ തുറക്കാത്തൊരു അറ കൂട്ടിയിട്ടൊക്കെയാണ്. ഇതിനുള്ളിൽ എന്താണെന്ന് കാര്യം തളച്ചാണോ കഴിച്ചു നിങ്ങളെല്ലാവരും? ഇവിടെ തുറന്നു കഴിഞ്ഞാല് ഒരു പ്രശ്നം വരുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇവരെല്ലാം എന്താ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നേന്ന്? മോഹഭംഗ മനസ്സിലെ ശാപ പങ്കില നട
സമയം രാത്രി 12:30. എല്ലാവരും ഒറ്റ മൂഡ് കാട്ടിലേക്ക് പോകണം. അപ്പോൾ അവിടുത്തെ കോർഡിനേറ്റർ ചെക്കൻ എന്നാൽ പിന്നെ റെഡി പോയേക്കാം. പന്ത്രണ്ടര 1 മണി ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വൈബടിക്കാന്ന് പറയുന്നത് അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ എത്ര മണിക്കൂർ അവിടെ ചെലവഴിച്ചെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം രാവിലെ നാട്ടിലേക്കുള്ള യാത്രയിലേക്കായി. അപ്പോൾ രാത്രി ഞങ്ങൾ കറങ്ങി വന്ന വഴികളെല്ലാം കാണുമ്പോൾ ഓരോന്ന് സംസാരിച്ച് വന്നതൊക്കെ ആലോചിക്കുമ്പോൾ
ഈ കോത്തഗിരി നീലഗിരി ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷനാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഏത് ടൈമിലും ഈ ഒരു ക്ലൈമറ്റ് അവിടെ ഉണ്ടാവുക. Talk to me, numbers never lie, add it up, that's me. I said 23. എന്നെവിടെയാ മൊഴികൾ, എന്നെവിടെയാണിരുളകലുന്നൊരു പുലരി സൂര്യമുഖ, ഇനിയൊരു പുതിയ മുഖം. തിരിച്ച് ഊട്ടിയിലെത്തിയ സമയം 1 മണി കഴിഞ്ഞു. അപ്പം ലഞ്ച് കഴിച്ചിട്ട് ബാക്കി പരിപാടി. കഴിക്കാൻ ചിക്കൻ ഐറ്റംസ്, ബീഫ് ഐറ്റംസ്, സീ ഫുഡ് എല്ലാം ഉണ്ട്. ചിക്കൻ ഐറ്റം ചിക്കൻ ഡിസൂസ, ചിക്കൻ ഡാർക്ക് അടിച്ചത്, ചിക്കൻ നിർത്തി പൊരിച്ചത്, ചിക്കൻ കാലുമേ കാലേറ്റത്, ചിക്കൻ പൊട്ടിത്തെറിച്ചത്. ഓക്കെ, അപ്പോൾ എന്നാ ഊണ് പോരട്ടെ. സൂപ്പർ. പിന്നെ കൂടെ 2 മുട്ട പപ്സ്. അംബാനിനെയും കാട്ടി മേല. ഇനി നെക്സ്റ്റ് കാണുന്ന കടയിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് ബാക്കി പരിപാടി എന്ന് പറഞ്ഞു. ഫുഡും കഴിച്ച് ചവിട്ടി അങ്ങ് വിട്ടു. സമയം
11:43. നിങ്ങൾ ആ ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കണേ. എല്ലാവരും കോഴിക്കോട് എത്തി. എനിക്ക് പോകണമെങ്കിൽ അടുത്ത വണ്ടി വരണം. എൻ്റെ വണ്ടി വരുന്നുണ്ട്. പോരാത്തതിന് നല്ല മഴയോ. തലശ്ശേരി എത്തി ബൈക്ക് എവിടെയാണ് വെച്ചതെന്ന് തപ്പലാണ്. കിട്ടി വണ്ടി അവിടെ ഉണ്ട്. അപ്പോൾ 2025 ഓഗസ്റ്റ് മാസം 16-17 പോയ ട്രിപ്പാണിത്. ഇത് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയത് ഇപ്പോഴാണ്. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക്. ബൈ.